നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഈ വേദിയിൽ 3-ാം ഘട്ട മത്സരങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ വീറോടും വാശിയോടും കൂടിയാണ് അവരുടെ കഴിവുകൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെന്റ് നമുക്ക് ഇവിടെ ആരംഭിക്കാം. വജ്രവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ വജ്രവ്യൂഹത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കാൻ വരുന്നത് നമുക്ക് നോക്കാം. ശരത്തേട്ട, ഇന്ന് പകിട 12 എന്ന് പറഞ്ഞ് പകിട ഇടാനായി എത്തുന്നത് GRHSS കോട്ടയ്ക്കൽ മലപ്പുറത്ത് നിന്നും രധുന കെ ആൻഡ് വാസുദേവ് വി മേനോൻ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം രധുന ആൻഡ് വാസുദേവ്. രധുന, വാസുദേവ് രണ്ടുപേരും നല്ല മിടുക്കരായിട്ട് വന്നിട്ടല്ലേ. ഓർമ്മയുണ്ട് രധുനെ നമ്മളുടെ ക്വിസ് റൗണ്ടില് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുട്ടികളിൽ ഒരാൾ രധുനയാണ് അല്ലേ? ഫുൾ കോൺഫിഡൻസിൽ അങ്ങനെ തന്നെ. അപ്പൊ അതുപോലെ ഒരു കോളികളൊക്കെ ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്രാവശ്യം വരവ്. ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പുതിയ ആൾക്ക്? കുറച്ചൊക്കെ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തരൂ. അങ്ങനത്തെ ടിപ്പൊന്നുമില്ല പ്രത്യേകിച്ച്. ഇല്ല, നന്നായി പഠിക്കാൻ ചോദിക്കണേന് ഉത്തരം പറയാം. ഇതാണോ ടിപ്പ്? ഇതാണ് ടിപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു കൊടുത്തത്. അയ്യടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പഠിച്ച് എല്ലാം സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇതിന്റെ റൂൾസ് ഒന്ന് പറയട്ടെ. വജ്രവ്യൂഹത്തിന്റെ റൂൾസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ഒരു വിഷയം നമ്മൾ പകിടിട്ടിട്ട് അതിലെ നമ്പർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ആ വിഷയത്തിന് ആസ്പദമാക്കി നിങ്ങളുടെ അടുത്ത് 7 ചോദ്യങ്ങൾ ചോദിക്കും. 7 ചോദ്യങ്ങൾക്ക് 4 ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും. 30 സെക്കൻഡിലാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഇതിൽ ശരി ഉത്തരം നൽകുകയാണെങ്കിൽ 10 പോയിന്റും തെറ്റായ ഉത്തരമാണെങ്കിൽ -പോയിന്റ്സ് ഇല്ല. ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് എതിരാളികളും ഇല്ല. പിന്നെ ഈ 30 സെക്കൻഡിന് ശേഷം ഉത്തരം പറഞ്ഞാൽ അത് ശരിയായാലും തെറ്റായാലും വാലിഡ് ആയിരിക്കില്ല. എപ്പോഴും 30 സെക്കൻഡിനകത്ത് ഉത്തരം പറയാൻ ശ്രമിക്കണം. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്? അപ്പൊ നമുക്ക് പകിട ഇടാൻ പോയാലോ? വായോ. രണ്ടുപേരും റെഡി അല്ലേ? എടുത്തോ, ഇട്ടോ. പകിട 12 ഇല്ല. എത്രയാ? 7. 7 നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ. ഇനി വാ, നമുക്ക് അതിന്റെ പിന്നില് എന്താണ് ഒളിച്ചിരിക്കുന്നേ നോക്കാം. സ്റ്റേജിലേക്ക് അവിടേക്ക് നോക്കിക്കോ. രാജസൂയം. ഓക്കെ ആണോ? ഭയങ്കര ഹാപ്പി ആണല്ലോ രധുന. ഇവിടെ നല്ല ഹാപ്പി. ഇതായിരുന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കിട്ടുന്ന സാധനം തന്നെയായിരുന്നു വേണ്ടിയിരുന്നേന്ന് പറയണം. അപ്പൊ അതെ, ബാക്കി എല്ലാവരും പറയാ ഇതിനേക്കാളും വേറെ എന്തെങ്കിലും ഫേവറേറ്റ്സ് ഉണ്ടായിരുന്നു ഇതല്ലാതെ? സീതാപഹരണം. രണ്ടുപേരും തമ്മിൽ ഭയങ്കര മനപ്പൊരുത്താണ് കേട്ടോ. എന്തായാലും ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഫുൾ മാർക്ക് നമ്മൾ ഉറപ്പിക്കാം അല്ലേ? അന്നത്തെ പോലെ പെപ്പറോള കുഞ്ഞായിട്ടിരിക്കാനുള്ള പരിപാടിയാണോ? അല്ല, പ്രശിച്ചിരി ഇരുത്തം വന്നിട്ടുണ്ട് 3-ാമത്തെ റൗണ്ട് ആയപ്പോഴത്തേനും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ വിളിക്കണ്ടേ? ചേച്ചി പ്ലീസ്. രധുന വന്നപ്പോ കണ്ടാ ചേച്ചി ഓടി വരികയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ചേച്ചിക്ക് അറിയാം. ഉറപ്പാണ് അല്ലെ? കഴിഞ്ഞ എപ്പിസോഡുകളിൽ വന്ന എപ്പിസോഡുകളിൽ ഒന്നും അവള് മോശമാക്കിയിട്ടില്ല അല്ലേ? അപ്പൊ എന്തായാലും ഭയങ്കര സ്പീഡിൽ നമുക്ക് അതെ. അപ്പൊ അംഗം കുറിച്ചാലോ? ശരി, അപ്പൊ ഇരുന്നോളൂ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അന്നും ഞാൻ എപ്പോഴും ചോദിക്കണ അന്ന് എനിക്ക് ചോദിക്കാൻ നേരിട്ടുണ്ട്, ഈ പേരിട്ടതാരാ മോൾക്ക്? അച്ഛമ്മ. എവിടുന്നാണ് പേര് കിട്ടി? ഇതുവരെ കേൾക്കാത്തൊരു പേരാ. അന്ന് വന്ന സമയത്തും എനിക്കിത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. തീരെ കേൾക്കാത്തൊരു പേരായതുകൊണ്ട് ചോദിച്ചതാണ്. വാസുദേവ് പിന്നെ നമുക്ക് അറിയാവുന്നതാണ്, വാസുദേവൻ തന്നെയാണ്. ഏതായാലും ഓൾ സെറ്റ് ശരിയാണ്, പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പോൾ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം രാജസൂയത്തോടനുബന്ധിച്ച് ദിഗ്വിജയ യാത്രയിൽ പ്രാഗ് ജ്യോതിഷപുരത്തിൽ അർജുനനുമായി യുദ്ധം ചെയ്ത രാജാവ്. ഓപ്ഷൻസ്: എ നരകാസുരൻ, ബി താരകാസുരൻ, സി
ഭഗദത്തൻ, ഡി അങ്കദൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ഭഗദത്തൻ. ഭഗദത്തൻ ഉറപ്പാണ്? ഓ യാതൊരു സംശയവുമില്ല. രണ്ടുപേരും ഒരേ ആൻസറാ പറഞ്ഞേ. ലോക്ക് ചെയ്യട്ടെ? സി ഭഗദത്തൻ ലോക്ക് ചെയ്യൂ. താരകാസുരനല്ല, അല്ല അസുരന്മാരൊന്നും അല്ല അല്ലേ? അല്ല അങ്കദനും അല്ല. അങ്കദനല്ല. ഉറപ്പാണ്? ഓക്കെ. സി ഭഗദത്തൻ ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. അതിഗംഭീര തുടക്കം തന്നെയാണ്. കാരണം ഇത് അത് ആരും അധികം അറിയാത്തൊരു ഭാഗമാണ് ഈ ഒരു ഇത്. ഇതിൽ എനിക്ക് ആർക്കാണ് ഈ ലോകം ചുറ്റാൻ ആഗ്രഹം? എനിക്ക് വലിയ ഒരു ആഗ്രഹമാണെന്ന് അതിൽ കണ്ടു ഞാൻ. ആരോ പറഞ്ഞ് ഇങ്ങനെ കേട്ടു ഞാൻ. ലോകം ചുറ്റിക്കാണ്. എന്താണ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം? മാൽദീവ്സ്. മാൽഡീവ്സോ? നമ്മളുടെ തൊട്ടടുത്താ. അത് എപ്പോൾ വേണമെങ്കിലും കാണാം. ദൂരെ എവിടെയെങ്കിലും? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്. ഇതെല്ലാവരുടെയും ഒരു സ്വപ്ന നഗരമാണ് ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. മോളുടെ പ്രായത്തിൽ എനിക്കും ഭയങ്കര മോഹമായിരുന്നു സ്വിറ്റ്സർലാൻഡ് കാണണം. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് തോന്നാൻ കാരണം ഞാനും ഇതുപോലെ ഉലകം ചുറ്റി കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നന്നായിരുന്നു. നല്ല ഒരു നമുക്ക് യാത്രയിലൂടെ ഒരുപാട് അറിവ് നേടാൻ കഴിയും. അതുകൊണ്ട് യാത്ര ചെയ്യണം. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകണം. പോണ സമയത്ത് ഒരു ടിപ്പ് പറഞ്ഞുതരാം. പോണ സമയത്ത് ആ രാജ്യത്തെ 1-2 വാക്കുകൾ ഒരു സെൻറ്റൻസ് വായിച്ചു വെക്കുക. പേരെന്താണെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കുക. അവിടെ പോയി ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്ക് എന്തൊരു സന്തോഷമെന്നറിയോ. അപ്പോൾ നമ്മളോട് വന്നിട്ട് ഒരു ഫോറിനർ വന്നാൽ നമ്മളോട് മലയാളത്തിലൊരു വാക്ക് പറഞ്ഞാൽ ഒന്നും വേണ്ട, ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഹിന്ദിക്കാരൻ തന്നെ നമ്മളോട് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ? അപ്പൊ യാത്ര പോണ സമയത്ത് ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രാജസൂയത്തോടനുബന്ധിച്ച് ദിഗ്വിജയ യാത്രയിൽ സഹദേവനോട് യുദ്ധം ചെയ്ത നീലൻ എന്ന രാജാവിന്റെ പുത്രി ആരാണ്? ഓപ്ഷൻസ്: എ സുദർശന, ബി സുദക്ഷിണ, സി സുകന്യ, ഡി സാവിത്രി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ സുദർശന. സുദർശന ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് എ സുദർശന. സുദർശന. സാവിത്രി അല്ല. ഏതായാലും ഈ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ എന്നറിയാം. എ സുദർശന ശരിയോ തെറ്റോ? കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. 20 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഈ പേരുകളൊക്കെ പേര് മാത്രമായിട്ട് പഠിച്ചതാണോ ഇല്ല എൻ്റെ കഥയും കൂടെ ചേർത്തി പഠിച്ചിട്ടുണ്ടോ? എല്ലാം ചേർത്ത ആ പോർഷൻ മൊത്തം നിങ്ങളത് സ്വയക്തമാക്കി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഓർമ്മ നിൽക്കണം. എന്നാലും ഭയങ്കര. ഏതായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം: രാജസൂയത്തിൽ ബ്രാഹ്മണരെ പാദപൂജ ചെയ്ത് സ്വീകരിക്കാനുള്ള ചുമതല ഏറ്റെടുത്തത് ആരാണ്? ഓപ്ഷൻസ്: എ യുധിഷ്ഠിരൻ, ബി അർജുനൻ, സി കൃഷ്ണൻ, ഡി ബലരാമൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി കൃഷ്ണൻ. ഉറപ്പാണ്? രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു. ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് സി കൃഷ്ണൻ. ഉത്തരം ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിരുന്നു. മോന് ഇഷ്ടപ്പെട്ട ഹോബി എന്താ? എനിക്ക് എന്താ സൈക്കിൾ ഓടിക്കുക, ബാഡ്മിന്റൺ കളിക്കുക, ക്രിക്കറ്റ്, പിന്നെ വായിക്കുക, പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കുക. ബാഡ്മിന്റണില് വളരെയധികം താല്പര്യമുണ്ട് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്ടാണോ ബാഡ്മിന്റൺ? അത് എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം? കാരണം ഈ ബാഡ്മിന്റൺ ഞാൻ കളിച്ചിട്ടുണ്ടോ, പക്ഷെ ഇപ്പോഴത്തെ ഇതും ഇതായിട്ട് എന്തൊക്കെയൊക്കെയോ വ്യത്യാസം തോന്നും ചിലപ്പോൾ. പട്ടപ്പെട്ട അതുപോലെയാണോ? അല്ല, ഞാൻ തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും കീഴിൽ അഭ്യസിക്കുന്നുണ്ടോ? മാഷുണ്ട്. ഉണ്ട്. അപ്പൊ അത് വലിയ ഒരു കളിക്കാരൻ, ഒരു ബാഡ്മിന്റൺ
ആവണമെന്ന് ആഗ്രഹം. ആയുർവേദ ഡോക്ടർ ആവണം എന്നും ഒരു മോഹം ഇല്ലേ? അതുകൊണ്ട് ഉണ്ട്. അതെന്താ ആയുർവേദം തെറ്റുപറിച്ച് ബാക്കി എല്ലാവർക്കും ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ നേരത്തെ വന്നവരൊക്കെ പറയാം തൊറാസിക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അച്ഛനമ്മ ആയുർവേദ ഡോക്ടറാ. അത് ശരി. അപ്പൊ അവിടെ കോട്ടക്കലിലെ ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവര്? അച്ഛൻ ആയുർവേദ കോളേജിൽ പ്രൊഫസറാ. പ്രൊഫസറാണ്. ആഹാ. അച്ഛന്റെ പേരെന്താണ്? വിനോദ്. അമ്മ? അമ്മ രേഖ. അമ്മയ്ക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഉണ്ട്, ആയുർവേദ ക്ലിനിക്ക് ഉണ്ട്. ആ. ഞാൻ വരട്ടെ? ആ. ആയുർവേദം കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ട്, പ്രായമായില്ലേ, ചില പ്രശ്നങ്ങളുണ്ട്. വരട്ടെ? ആ. അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വരുന്നുണ്ടോ. ഓക്കെ. ഓക്കെ, ശരി. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രാജസൂയ യജ്ഞവേദിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ ഏത് ആയുധം കൊണ്ടാണ് ശിശുപാലനെ വധിച്ചത്? എ കൗമോദകി, ബി സുദർശനം, സി പാശുപതാസ്ത്രം, ഡി ബ്രഹ്മാസ്ത്രം. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സുദർശനം. ബി സുദർശനം ഉറപ്പാണ്? ഓ. ലോക്ക് ചെയ്യട്ടെ? ആ. ബി സുദർശനം ലോക്ക് ചെയ്യും. ചെക്കിയാ? ശരിയാണോ തെറ്റാണോ? പാശുപതാസ്ത്രം അല്ല അല്ലേ? അല്ല. ഉറപ്പാണ്? മാസ്ത്രം അല്ലാന്ന് എനിക്കും അറിയാം. ഒക്കെ എനിക്കും ഒരു സംശയം. ഏതായാലും ബി സുദർശനം ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 40 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇതിനല്ല കേട്ടോ, ഇതിന് 10 കിട്ടിയിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്തി 40ആയി. 40 മാർക്ക് ടോട്ടൽ. നമുക്കിനിയിപ്പോൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം. രാജസൂയത്തിന് മുന്നോടിയായ ദിഗ്വിജയ യാത്രയിൽ ഭീമസേനൻ സഞ്ചരിച്ചത് ഏത് ദിക്കിലേക്കാണ്? എ കിഴക്ക്, ബി പടിഞ്ഞാറ്, സി വടക്ക്, ഡി തെക്ക്. നിങ്ങളുടെ ടൈമർ സ്റ്റാർട്ട്സ് നൗ. എ കിഴക്ക്. എ കിഴക്ക്. അദ്ദേഹം ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ? എ കിഴക്ക് ദിക്ക് ലോക്ക് ചെയ്യൂ. ശരിയാണോ തെറ്റാണോ നോക്കാം. തെക്കോട്ട് ആരും വന്നില്ലേ? ആരാ തെക്കോട്ട് പോയത്? തെക്കോട്ട് സഹദേവൻ. സഹദേവനാണ്. ഏതായാലും ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ? കിഴക്ക് ദിക്ക് കറക്റ്റ്. അപ്പൊ പോയത് കിഴക്കെന്ന് പറയുമ്പോ ബംഗാൾ സൈഡിലേക്ക്, ഇപ്പോഴത്തെ ബംഗാൾ സൈഡിലേക്ക്. ശരിയാണോ? ആണോ? ഡൗട്ട് ഉണ്ട്. അതെയോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. തെക്കോട്ട് നോക്കി കൈവിരിച്ച് നിന്നാൽ ഇടത്ത് ഭാഗത്താണ് സൂര്യോദയം അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങോട്ട് തന്നെയാണ് പോയത്. കിഴക്കെന്ന് പറയുമ്പോൾ ജപ്പാൻ ആ ഭാഗത്തു നിന്നല്ലേ ഉദിക്കണത്. ഏതായാലും 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. 5 ചോദ്യം കഴിഞ്ഞു. ഇനി 2 ചോദ്യം കൂടിയേ ബാക്കിയുള്ളൂ. അതിനും ഫുൾ മാർക്ക് കിട്ടണം. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. രാജസൂയ മഹായജ്ഞത്തിൽ ദുശാസനൻ ഏത് ചുമതലയാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയത്? ഓപ്ഷൻസ്: എ ധനകാര്യം, ബി രാജാക്കന്മാരെ സ്വീകരിക്കൽ, സി ഭക്ഷണശാലയുടെ ചുമതല, ഡി ഉപഹാരങ്ങൾ സ്വീകരിക്കുന്ന ചുമതല. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി ഭക്ഷണശാലയുടെ ചുമതല. സി ഭക്ഷണശാലയുടെ ചുമതല ലോക്ക് ചെയ്യാം? ലോക്ക്. സി ഭക്ഷണശാലയുടെ ചുമതല. ശരിയാണോ തെറ്റാണോ നോക്കാം. ശരിയാണോ തെറ്റാണോ? സി ഭക്ഷണശാലയുടെ ചുമതല. ശരിയായ ഉത്തരം. 6 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ 60 മാർക്ക് നേടിയിരിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം. പോവാം? തീർത്തേക്കല്ലേ? നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം. ശ്രീകൃഷ്ണൻ ശിശുപാലന്റെ അമ്മയ്ക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? എ ശിശുപാലനെ വധിക്കില്ലെന്നും, ബി ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിക്കുമെന്ന്, സി ശിശുപാലന് ധർമ്മബോധം ഉണ്ടാക്കുമെന്ന്, ഡി ശിശുപാലന് സംരക്ഷണം നൽകുമെന്ന്.
Your timer starts now. ബി. ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിക്കുമെന്ന്. ഉറപ്പാണോ? ആ. ലോക്ക് ചെയ്യട്ടെ? ആ. വധിക്കുന്നല്ലേ? അല്ല. പ്ലീസ് ലോക്ക് ബി. ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിക്കുമെന്ന്. ഉറപ്പാണല്ലോ? പിന്നെ ശിശുപാലനെ വധിക്കില്ലെന്ന് പറഞ്ഞു, ഇല്ലേ? വധിക്കും എന്ന് പറഞ്ഞു. 100 തെറ്റ് കഴിഞ്ഞാൽ വധിക്കും. വധിക്കും എന്നാണ് പറഞ്ഞത്. ഏതായാലും ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. അപ്പൊ 7ാമത്തെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞു. 70 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട്. 100 അല്ല, 70 ഔട്ട് ഓഫ് 70 ഏതായാലും കണക്കിലും ഭയങ്കര ബുദ്ധിയാണെന്ന് കേട്ടു അല്ലേ? ഞാൻ ഭയങ്കര വീക്കാ. ഏതായാലും വളരെ നന്നായി നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക കഴിവുകളെല്ലാം വളരെ നന്നായിട്ട് മുമ്പോട്ട് വരട്ടെ, ലോകം ചുറ്റിക്കാണട്ടെ. അത് മോൻ ബാഡ്മിൻ്റനിൽ വലിയ ഒരാളായിട്ട് നമ്മളുടെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ലോകം നമ്മളുടെ ഇതിലൊക്കെ ഒളിമ്പിക്സിലൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വരതയെ വിളിക്കാം. വരതാണ്ടി, വരതേ. ഓ ചേച്ചി അങ്ങനെ പ്രതീക്ഷ പോലെ തന്നെ അവർ പഠിച്ച അവർക്ക് ഇഷ്ടപ്പെട്ട അതെ, സബ്ജക്ട് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടി, അതെ, പഠിച്ചത് തന്നെ വന്നു. ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? ഇതൊരുമാതിരി എക്സാമിന് പറയണ പോലെ ഇപ്പൊ. എന്തായാലും താങ്ക് യു ചേച്ചി. വരൂ രധുന, ഹാപ്പി അല്ലേ? മോനും ഹാപ്പി? വന്നിട്ട് നമ്മൾ മോശമാക്കിയില്ല, പൊളിച്ചടുക്കി. അതെ. ഇനി വേണം സ്കൂളിൽ ചെന്നിട്ടൊന്ന് ഷൈൻ ചെയ്യാനായിട്ട്. ഫുൾ മാർക്ക്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം നിങ്ങളുടെയൊക്കെ ഒരു പെർഫോമൻസ്. സ്വാമിജി, കുട്ടികൾ നന്നായിട്ട് അവതരിപ്പിച്ച സംശയമൊന്നുമില്ലല്ലോ, മുഴുവൻ മാർക്ക് കിട്ടിയില്ലേ? പിന്നെ പറയേണ്ട ആവശ്യമില്ല ആ കാര്യം. ഈ രാജസൂയം നമ്മൾ എന്തിനാണ് നടത്തുന്നത്? രാജാക്കന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയില്ലേ അവരെല്ലാം? ഇപ്പോൾ ദിഗ്വിജയങ്ങളൊക്കെ നടത്തി സമ്പത്തെല്ലാം കൊണ്ടുവന്നു. ഇത്രയും വലിയൊരു യാഗം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്തിനാ? എന്തിനകത്ത് കഷ്ടപ്പെടുന്നവരെല്ലാം രാജസ്ഥിതി പഠിക്കും എന്തിനാ ചെയ്യണമെന്ന് അറിയണ്ടേ? അത് ഛത്രപതി ആവാൻ വേണ്ടിട്ട്. ഛത്രപതി ഛത്രപതി രാജാക്കന്മാരുടെ രാജാവാകാൻ. ചക്രവർത്തി. ആ ശരി, ചക്രവർത്തി. ശരി, ചക്രവർത്തി ആകാൻ രാജസൂയം നടത്തണമെന്നില്ല. പക്ഷെ രാജസൂയം നടത്തിയാൽ ചക്രവർത്തി ആവാം. അല്ല, അശ്വമേധമാണല്ലേ സാറിന് ചക്രവർത്തി ആകാൻ നടത്തുന്നത്? അശ്വമേധമല്ലേ നടത്തുന്നത്? അശ്വം പോകുന്ന സ്ഥലത്തെല്ലാം തൻ്റെ അധീനതയിൽ വരും. ഇവിടെ എല്ലാ രാജ്യങ്ങളും കീഴടക്കുന്നൊന്നുമില്ല. പക്ഷേ രാജാക്കന്മാർ നിന്ന് കപ്പമൊക്കെ വാങ്ങിച്ച് ധനമൊക്കെ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. രാജസൂയം നടത്തുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ ട്രേഡ് വ്യാപാര കരാറുകളൊക്കെ ഏർപ്പാടില്ലേ? ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയി നമ്മുടെ രാജ്യങ്ങൾ ഒരുപാട് വ്യാപാര കരാർ ഒപ്പിട്ടു. ഒരുപാട് കമ്പനികൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണു. അപ്പം അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിരുന്നു രാജസൂയം നടത്തുക എന്നുള്ളത്. ഇപ്പോൾ രാജസൂയത്തിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവർ കപ്പം കൊടുക്കും, കപ്പം എല്ലാം സമ്പാദിച്ചുകൊണ്ട് വരും. ഈ രാജ്യത്ത് അത് മുഴുവൻ വിതരണം ചെയ്യും. ഇതൊന്നും സമ്പാദിച്ചു വെച്ചുകൊണ്ടിരിക്കില്ല. രാജസൂയം കഴിഞ്ഞാൽ രാജാവ് പാപ്പരാണ്, ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, എല്ലാം ദാനം ചെയ്യും. അപ്പോൾ പൂജ ബ്രാഹ്മണർക്ക് കൊടുക്കും, വരുന്ന അതിഥികൾക്ക് കൊടുക്കും, എല്ലാവർക്കും അത് വിതരണം ചെയ്യും. രാജ്യത്തിന് മുഴുവൻ അത് വിതരണം ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ എല്ലാം കയ്യിൽ ധാരാളം പൈസ ഉണ്ടെങ്കിൽ സാധനങ്ങൾക്ക് നല്ല വില കിട്ടും. അപ്പോൾ രാജ്യത്തെ സമ്പത്ത് വർദ്ധിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അന്ന് രാജാക്കന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് രാജസൂയം. അതൊരു വലിയ യജ്ഞമാണ്. നമ്മൾ യജ്ഞം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു കൂട്ടായ പ്രയത്നമാണ്. ഒരാൾക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, പലരുടെയും സഹായം വേണം. എല്ലാവരും കൂടെ ചേർന്ന് അവർക്കും സമൃദ്ധി ഉണ്ടാകണം, കീർത്തി ഉണ്ടാകണം. രാജാക്കന്മാർക്ക് കീർത്തി കിട്ടും, പ്രശസ്തി കിട്ടും, രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെയ്യുന്ന പ്രവർത്തിക്കുകയാണ് യജ്ഞം എന്ന് പറയുന്നത്. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, രാജസൂയം എന്നുള്ളത് രാജാക്കന്മാർക്ക് വിധിച്ചിരിക്കുന്ന മഹനീയമായ യജ്ഞങ്ങളിലൊന്നാണ്. ഒരു പക്ഷെങ്കിൽ അത് എല്ലാ അധിക രാജാക്കന്മാർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. യുധിഷ്ഠിരനാണ് അത് വേണ്ട വിധം നിർവഹിക്കാൻ സാധിച്ചത്. രാമന് പോലും രാമായണത്തിൽ അത് സാധിച്ചിരുന്നില്ല, അശ്വമേധം കൊണ്ട് നിന്നേ ഉള്ളൂ. ഈ അശ്വമേധവും ഇതുമൊക്കെ യജ്ഞങ്ങളൊക്കെ ഒരു പ്രായശ്ചിത്ത കർമ്മമാണ് വാസ്തവത്തിൽ. അപ്പോൾ താൻ അറിഞ്ഞുകൊണ്ടോ അറിയാതോ ചെയ്തു പോയ
രാജ്യഭരണത്തിലോ രാജ്യത്തിലോ സംഭവിച്ച അനേക തരത്തിലുള്ള തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തമായിട്ടാണ്. ഇവിടെ യുധിഷ്ഠിരനെ സംബന്ധിച്ചത് അനിവാര്യമാണ്. കാരണം ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ സമസ്ത കെടുതികളും അപ്പോൾ താൻ മുഖാന്തരമാണ് അതൊക്കെ സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് പ്രായശ്ചിത്ത കർമ്മമായി ഇത് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ആദ്യത്തെ അംഗമാണ് അശ്വമേധം. അത് കുതിരകളെ അയച്ച് എല്ലാ രാജാക്കന്മാരെയും രാജ്യം മുഴുവനും ഏകഛത്രാധിപതിയായ തൻ്റെ രാജ്യത്തിൻ്റെ കീഴിലാക്കി വയ്ക്കുക. അതിന് കപ്പം പിരിക്കുന്നത് ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് രാജ്യത്തിൻ്റെ ഭണ്ഡാകാരം വളർത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല. സഹസ്രഗുണമുത്സൃഷ്ടും ആദത്തേഹി രഫം രവി. സൂര്യൻ കടലിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത് അതിൻ്റെ 10,000 മടങ്ങ് തിരിച്ച് ഭൂമിക്ക് മഴയായിട്ട് കൊടുക്കാനാണ്. ഇതുപോലെയാണ് രാജാക്കന്മാർ കരം പിരിക്കുന്നത്. ആ പിരിച്ചെടുക്കുന്നത് അതിൻ്റെ 1000 മടങ്ങായിട്ട് ജനങ്ങളിലേക്ക് എല്ലായിടത്തും വിതരണം ചെയ്യാനാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണത്തെ നിർവഹിക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് പറയുന്ന ഡെമോക്രാറ്റിക് സംവിധാനം എത്ര ഭംഗിയായിട്ട് യുധിഷ്ഠിരൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചതാണ്. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. രാജസൂയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 പാഠമുണ്ട്. ഒന്ന്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. രാജാവ് കൊട്ടാരത്തിലിരിക്കുന്നു, സൈന്യമായിട്ട് ഇങ്ങനെ പോകുന്നു, ജനങ്ങളോടൊരു ബന്ധമില്ലാത്ത ഒരു ഏകാധിപതിയുടെ സ്ഥാനം മാറിയിട്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും ജനങ്ങൾക്ക് പ്രശ്നം പറയാനും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം ജനങ്ങളുടെ പരിഹാരം നടത്തുന്ന ഒരു മേഖലയായിട്ടത് മാറുന്നു. 2, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്ക് ഈ രാജസൂയത്തിൻ്റെ സമയത്ത് സാമ്പത്തികമായി സഹായം കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. 3, സദ്യയാണ്. ഇതിൽ പങ്കെടുക്കാൻ വരുന്ന മുഴുവൻ പേർക്കും സദ്യ കൊടുക്കണം. അപ്പോൾ ഈ സദ്യ നടത്തിയിട്ട് പട്ടിണി മരണങ്ങൾ പല രാജ്യത്തും ഉണ്ടാവും. സോമാലിയയിൽ, എത്യോപ്യയിലൊക്കെ പട്ടിണി മരണം ഉണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ ആ പട്ടിണി മരണം ഉണ്ടാവില്ല. ഒരു രാജസൂയ യാഗം നടന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് കാർഷികമായ അഭിവൃദ്ധി ഉണ്ടാകുകയും ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്യും. അപ്പോൾ പീപ്പിൾസ് പാർട്ടിസിപ്പേഷനുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നതിലാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയാണ് രാജാവ് ചെയ്യുന്ന വലിയ കർമ്മം. അപ്പോൾ ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഇടയിലിറങ്ങി ജനങ്ങളുടെ പ്രശ്നം ഭരിക്കുന്ന ഒരാളായിരിക്കണം. താങ്ക് യു സർ. ശരത്തേട്ടാ. ഇതും തന്നെ രഥുനിക്കും വാസുദേവനും എൻ്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും ഓരോ ഉത്തരം പറയുന്നതിന് മുമ്പും പരസ്പരം സംസാരിച്ച് ഓരോരുത്തർ മാറി മാറിയിട്ടാണ് ഉത്തരം പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? ആദ്യം രഥുന പറഞ്ഞാൽ പിന്നെ വാസുദേവ് പറയും അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളുടെ ആ ഒരു ഐക്യം വളരെയധികം ഇഷ്ടമായി. പിന്നെ ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. അതിനുള്ള വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസിക്കുന്നു. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ വാസുദേവെ എനിക്കും കൂടി ഒരു ഇത് വേണം കേട്ടോ. എവിടെ? ഹോസ്പിറ്റലിലേ, ആ ക്ലിനിക്കിൽ ഇടയ്ക്ക് നടുവേദന വരുമ്പോൾ ഞാനും അങ്ങോട്ട് വരാം. എന്തായാലും വളരെ സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ശരത്തേട്ടാ. ആരാത്? ആരാ അവിടെ എങ്ങനെ ഉണ്ടോ? ശാസ്ത്രീയ സംഗീതം ആരോ പഠിക്കുന്നുണ്ട്. രണ്ടുപേരും പാടുന്നവരാ. അതല്ല, രണ്ടുപേരും ആരാ പാടണേ? അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നിക്ക. അപ്പൊ ആദ്യം ആരാ തുടങ്ങണേ? ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളാൻ. തുടങ്ങിക്കോ. മറ്റേ നന്ദന സിനിമയില് വെള്ളം ചൂടാക്കാൻ പറഞ്ഞ പോലെ നിങ്കി പിങ്കി ഒന്നും പറയാൻ വയ്യ. മൂത്ത ആളെന്നുള്ള നിലയ്ക്ക് നീ തുടങ്ങിക്കോ. ശ്രുതി വേണോ? ഏ പോരെ? അല്ല, അവനങ്ങനെയൊന്നുമില്ല. അവനെങ്ങനെ പാടുക ചെയ്യാ. പാടിക്കോ. പാട്ട് പഠിക്കണ്ട? പഠിച്ചിരുന്നു. പാടിക്കോ. കിളിവാതിലാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ കളിയാക്കിടും മുത്തശ്ശിയെ ജാലകം കൂടി. മുറ്റത്തും പറമ്പിലും മച്ചിലും തളത്തിലും അത്ര കാലവും ഓടി നടന്നിട്ടൊരു നാളിൽ. മുറ്റത്തും പറമ്പിലും മച്ചിലും തളത്തിലും അത്ര കാലവും ഓടി നടന്നിട്ടൊരു നാളിൽ. വയ്യ മക്കളെ എന്നു വീണപ്പോൾ മുത്തശ്ശിയെ കൊണ്ടു ചെന്നിരുത്തിയ കോണിച്ചോട്ടിലെ മുറിക്കു കിഴക്കോട്ടു തുറക്കാനൊരു ജനൽ. പരുക്കനഴി മരപ്പൊളികൾ ഞരുക്കങ്ങൾ. മുറിക്കു കിഴക്കോട്ടു തുറക്കാനൊരു ജനൽ. പരുക്കനഴി മരപ്പൊളികൾ
ഞെരുക്കങ്ങൾ കിളിവാതിലാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞാലും തുറന്നാൽ ആകാശവും ഭൂമിയും തെളിയുന്നു. ഓക്കെ, നൈസ്. ഇനി എങ്ങനെ നമ്മൾ ഒരാളെ മാത്രം വെറുതെ വിടാൻ പാടുമോ? പാടില്ല പാടില്ല എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. നോ കോംപ്രമൈസ്. പഠിക്കും. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാടറിയ കിളി കഥയറിയ കിളി കരളാൽ ഒരു മൊഴി ചോദിച്ചു. കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി. ഇനിയും ഒരാറു കടക്കേണം കിളീരനുടുത്തു നടക്കേണം. ഇനിയും ഒരാറു കടക്കേണം കിളീരനുടുത്തു നടക്കേണം. കാണാൻ കൈത്തിരി കരുതേണം കിളികല്ലും മുള്ളും താണ്ടേണം. കാണാൻ കൈത്തിരി കരുതേണം കിളികല്ലും മുള്ളും താണ്ടേണം. അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ. അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ. വഴി തേടും കിളീതിലേവ വെയിലാറും വഴിയതിലേ പോ. അങ്ങതിലിങ്ങതിലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം. നൈസ്. അപ്പൊ രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ടുള്ള പെർഫോമൻസ്. ഇത് നേരത്തെ ഇറക്കാഞ്ഞേ ചേച്ചിനെ നമുക്ക് ഞെട്ടിക്കായിരുന്നല്ലോ. ആ, ഇപ്പൊ ഞെട്ടല് കിട്ടിയില്ലേ? ആഹാ, നമ്മള് ഇപ്പഴായാലും എപ്പോഴായാലും ഞെട്ടിക്കൂലേ? പിന്നെ അവിടെ ഇരുത്തിയിട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പോയിരുന്നിട്ട് നൈസ് ഇത്രയും നേരം മുമ്പിൽ ഇരുന്നിട്ട് അറിയാതെ ഇപ്പൊ വന്നിരുന്നപ്പോ എന്നാ ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഇവനാണ് ഞെട്ടിക്കണ എന്റെ ആള്. ഇവള് പിന്നെ വേറെ ലെവലാണ് അല്ലേ? ഞാൻ വിചാരിച്ചു കാടൻ വേടം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ശരത്തേട്ടൻ വന്ന ദിവസം തന്നെ കറക്റ്റ് ഈ പാട്ടൊക്കെ പാടണ്ടല്ലോ എന്ന് വേടൻ എവിടെ കാടൻ എവിടെ ആരെങ്കിലും കാട്ടിലേക്ക് വഴി പറഞ്ഞു എന്നൊക്കെ. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. മാർക്കും നല്ലതായിട്ട് കിട്ടി, കമന്റ്സും നല്ല തന്നെ കിട്ടി അല്ലേ? ഇനി അടുത്തതായി നമുക്ക് പോവാം മകരവ്യൂഹത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ മകരവ്യൂഹം ആരംഭിക്കാനായിട്ട് സമയമായിരിക്കാണ്. അപ്പോൾ മകരവ്യൂഹത്തിൽ ആരാണ് ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് നോക്കാം. ശരത്തേട്ടാ, മകരവ്യൂഹത്തിൽ ഇന്ന് എത്തുന്നത് AKNM MAM HSS കാട്ടുകുളം. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം AKNM MAM HSS കാട്ടുകുളം. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഇവിടെ വേദിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? നോർമൽ ആയിട്ടുള്ള ഒരു വേഷത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് തുടങ്ങാം. രാജാ പാർട്ട് അല്ലാതെ. ഓക്കെ, എന്താണ് പേര്? നേഹ. എത്രാം ക്ലാസ്സിലാ? 9th. ദേവനന്ദ 9th. വൈഗ 7th. ദുർഗ 9th. നിവേദ് 10th. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ തീം എടുത്തിരിക്കുന്നത്? പന്തള രാജാവിന് മണികണ്ഠനെ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന രംഗം. ആ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സുകാർക്കൊക്കെ പഠിക്കണതിന്റെ ഇടയിൽ ഇതിനൊക്കെ സമയം കിട്ടി? നമുക്ക് വേറെ ക്ലാസ്സുകാരൊന്നും എടുക്കാൻ പറ്റില്ല. ഈ കഥാപാത്രത്തിന് ഇവൻ തന്നെയാണ് യോഗ്യൻ എന്നുള്ളത് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നേക്കാം അല്ലേ? പൊടിമീശക്കാരാ, ഇവിടെ എന്തൊരു സാധനം? ഇവിടെ എന്താ സാധനം? അവര് വെച്ച് വിട്ടു, ഞാൻ പോന്നു. ഒരു ഉണ്ണിയൊക്കെ ഉണ്ട്. അപ്പോ ഈ ഒരു നമ്മുടെ റൗണ്ടിന്റെ റൂൾസ് അറിയാവോ? അറിയോ? എന്നാ കേക്കട്ടെ.
എന്റെ പണി പറഞ്ഞല്ലോ, പറയൂ. റൂൾസ് അങ്ങനെയൊന്നുമില്ല. അതായത് 5 പേര് കൂടുതൽ ഈ ഒരു പെർഫോമൻസിന് വരാൻ പറ്റില്ല. പിന്നെ സ്ക്രിപ്റ്റ്, അഭിനയം, ഡയറക്ഷൻ എന്നീ കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടായിരിക്കും ജഡ്ജസ് മാർക്ക് ഇടുന്നത്. ഈ ഒരു റൗണ്ടിൽ ചേച്ചിയും ശരത്തേട്ടനും 20 മാർക്കിലും ബാക്കി 3 പേരും 10 മാർക്കിലും ആയിരിക്കും മാർക്ക് ഇടുന്നത്. അങ്ങനെ ടോട്ടൽ 70 മാർക്കിലായിരിക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയാലോ. ഈ പുരുകി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് രാജാവ് ആയതുകൊണ്ടാണോ അതോ? അതെ, രാജാവ്. കുറെ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു സ്ട്രെയിൻ എടുക്കില്ലായിരുന്നു. അപ്പൊ രാജാവായതിന്റെ ഗാംഭീര്യം നിലനിർത്തണതാണ് ഇങ്ങനെ അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും നന്നായി പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണി, അങ്ങനെ രാജാവ് മന്ത്രിയോടും പരിവാരങ്ങളോടും ഒക്കെ കൂടി നായാട്ടിന് പുറപ്പെട്ടു. എന്നിട്ടോ ദാ കേട്ടോളൂ. എന്ത് മനോഹരമായ സ്ഥലമാണിതല്ലേ മന്ത്രി? പമ്പാ നദിയുടെ ഈ മനോഹര തീരത്ത് നമുക്കല്പം വിശ്രമിക്കാം. തീർച്ചയായും. ഈ കുളിർക്കാറ്റും കളകളനാദവും ദക്ഷിണ ഭാഗീരഥിയുടെ പ്രവാഹവും അങ്ങയുടെ മനസ്സിന് സന്തോഷം നൽകട്ടെ. ആരെവിടെ? ആജ്ഞാപിച്ചാലും. ഇന്നത്തെ നായാട്ട് ഗംഭീരം തന്നെയല്ലടോ മന്ത്രി? തീർച്ചയായും. തിരുവുള്ളക്കേടില്ലെങ്കിൽ അടിയനൊരു കാര്യം. എന്തോ അതൃപ്തി അങ്ങയിൽ നിലനിൽക്കുന്നുണ്ടോ? അടിയനൊരു തോന്നൽ. സത്യം, ശ്രേഷ്ഠമായ നമ്മുടെ കുലത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ പുത്രശോകം വല്ലാതെ നമ്മെ വേട്ടയാടുന്നു. തിരുമേനി, എന്തെങ്കിലും ഒരു വഴി അങ്ങയുടെ മുന്നിൽ തെളിയും. സമാധാനിച്ചാലും. ശക്തിമാനും നീതിമാനും ധർമ്മിഷ്ഠരുമായ ഒരു പുത്രൻ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ശത്രുക്കളിൽ നിന്നും പന്തള രാജ്യത്തെ സംരക്ഷിക്കാനാകൂ. അങ്ങയുടെ പ്രാർത്ഥന സഫലമാകാൻ അടിയനും പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാടോ മന്ത്രി, നമ്മുടെ ധർമ്മപത്നി എത്ര കാലമായെന്നോ കൈലാസപതിയെ ഉപാസിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും കണ്ണീർ തോർന്നിട്ടില്ല. ഈ പ്രകൃതിക്ക് പോലും ആകുന്നില്ലല്ലോ ഈ ദുഃഖത്തെ ഒരല്പസമയത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ. മന്ത്രി, അങ്ങ് എന്തെങ്കിലും ശബ്ദം കേട്ടു? എന്ത് ശബ്ദം? രാജൻ എന്ത് എന്ത്? അല്ല, നാം കേട്ടു ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. ഉവ്വ്. അല്ല രാജൻ, അങ്ങക്ക് തോന്നിയതാവാം. കാടല്ലേ, ചിലപ്പോ അപൂർവങ്ങളായ വല്ല കിളികളുമാവാം. തമ്പുരാൻ, ക്ഷമിച്ചാലും അടിയൻ കേട്ടു അതൊരു മനുഷ്യക്കുഞ്ഞ് തന്നെ, ഒരു ഇളം പൈതൽ. അത് ഈ കാട്ടിനകത്തുള്ള ആരുടെയെങ്കിലും കുഞ്ഞാവാം. തമ്പുരാൻ, അന്വേഷിക്കാനുള്ള അനുവാദം തന്നിരുന്നെങ്കിൽ തീർച്ചയായും വേഗം ആ പൈതലിനെ കണ്ടെത്തൂ. ആജ്ഞ പോലെ. അല്ല രാജൻ, നദീതീരമല്ലേ രാജൻ. ഞാൻ പറഞ്ഞു വരുന്നത്, കാട്ടുവാസികൾ ആരെങ്കിലും കുടിൽ കെട്ടി പാർക്കുന്നുണ്ടാകും. ശരിയായിരിക്കാം. തിരുമനസേ, നോക്കൂ, ഒരു ഇളം കുഞ്ഞ്. അതെ, നോക്കൂ മന്ത്രി, ദിവ്യത്വം തുളുമ്പുന്ന മനോഹരനായ ഒരു വെളുത്ത ശിശു. ഇതിന്റെ തള്ള എവിടെ? മന്ത്രി, ഇല്ല രാജൻ, ഞാൻ അവിടെ എല്ലാം നോക്കി, അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ദിവാൻ, നമ്മുടെ ദുഃഖം കണ്ട് പരമശിവൻ ഈ കുഞ്ഞിനെ വരമായി തന്നതാണെങ്കിലോ? തമ്പുരാൻ, നോക്കൂ, ശിശുവിന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയിരിക്കുന്നു. അരുത് തമ്പുരാൻ, തീർച്ചയായും ഇത് ഏതെങ്കിലും ശത്രുക്കളുടെ തന്ത്രമായിരിക്കും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യദ്രോഹികളുടെ നിഗൂഢ പദ്ധതിയുമാവാം. മന്ത്രി, രാജ്യത്തോടുള്ള അങ്ങയുടെ കൂറ് നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ അങ്ങറിഞ്ഞതല്ല യാഥാർത്ഥ്യം. പിന്നെ നോക്കൂ, ഇതൊരു സാധാരണ മണിയല്ല, രസമണിയാണ്. രസമണിയോ? തിരുവുള്ളക്കേടില്ലെങ്കിൽ പറഞ്ഞു തരാം. സാധാരണക്കാർക്കൊന്നും ഈ രസം എന്ന ലോഹത്തെ ഖരാവസ്ഥയിലാക്കാൻ കഴിവില്ല. അതിന് സിദ്ധപരമ്പരയിലെ നിഗൂഢ ജ്ഞാനികൾ തന്നെ വേണം. അതുകൊണ്ട് തന്നെ മന്ത്രി, അങ്ങ്
രാജ്യസുരക്ഷയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. എങ്കിലും രാജൻ ഇത് മന്ത്രി, മണ്ടത്തരം പുലമ്പാതിരിക്കൂ. ഈ പിഞ്ചു കുഞ്ഞിന്റെ വദനം കണ്ട് അപകടമെന്നു പറയാൻ അങ്ങേക്കെന്തെങ്കിലും? മഹാമുനെ നമസ്കാരം. അങ്ങേക്കും രാജ്യത്തിനും മംഗളം ഭവിക്കട്ടെ. അമാനുഷിക ശക്തിയുള്ള ഈ കുഞ്ഞ് അങ്ങയുടെ രാജ്യത്തിനു മേലുള്ള കാര്യനിഴലുകൾ മാറ്റാൻ പ്രാപ്തനാണ്. താങ്കൾക്ക് ഇവനെ പുത്രനായി തന്നെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാം. മഹർഷി, കണ്ട മാത്രയിൽ തന്നെ അടിയന്റെ ഉള്ളറിഞ്ഞ് അങ്ങ് ആരാണ്? നാം ഒരു നിയോഗം മാത്രം. മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടിയ ഇവൻ മഹത്വമേറിയ ജന്മമാണ്. മഹർഷേ, കാട്ടിൽ നിന്നു കിട്ടിയ കുഞ്ഞ് എങ്ങനെ രാജപുത്രനാവും? മന്ത്രി രാജശേഖര, മടി കൂടാതെ കുഞ്ഞിനെ സ്വീകരിച്ചുകൊള്ളൂ. ഇവൻ ക്ഷത്രിയ കുലജാതനാണ്. ഭഗവാനെ, കാലങ്ങളായുള്ള നമ്മുടെ പ്രാർത്ഥന സഫലമായി. മഹാദേവ. രാജൻ, കണ്ഠത്തിൽ മണിയുള്ളതിനാൽ ഇവൻ മണികണ്ഠനെന്ന് വിശ്രുതനാകും. സധൈര്യം അങ്ങ് കുഞ്ഞിനെ സ്വീകരിച്ചു കൊള്ളുക. മണികണ്ഠൻ, അതെ മണികണ്ഠൻ. അങ്ങ് തന്നെ നമ്മുടെ കുഞ്ഞിന് നാമകരണവും നടത്തി. നമ്മുടെ കുലം ധന്യമായി. ബുദ്ധിമാനും പക്വമതിയും ആയോധന ശാസ്ത്ര വിദ്യാ നിപുണനുമായ ഇവൻ പഞ്ചഭൂതങ്ങൾക്കും നാഥനായി മാറും. ശക്തമായ ദേവോപാസനയുടെ ഭാഗമായാണ് ഈ കുഞ്ഞ് ഇവിടെ ആഗതനായിട്ടുള്ളത്. 12 വർഷം ഈ മന്നിടത്തിൽ മനുഷ്യഭാവത്തിൽ സേവനം ചെയ്ത് ദേവകാര്യം സാധിച്ച് ഇവൻ യോഗസിദ്ധി നേടും. 5 ഭൂതങ്ങൾക്കും അപ്പനായി അയ്യപ്പനായി മാറും. വാജിവാഹനനായി ശബരിമല ശ്രീധർമ്മ ശാസ്താവായി ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. മുത്തശ്ശി പറഞ്ഞ കഥയിലെ മണികണ്ഠൻ ഇതാണോ? എന്ത് രസാ മണികണ്ഠനെ കാണാൻ. പന്തള രാജാവ്, മന്ത്രി, സന്യാസിയായി വന്ന പരമശിവൻ, മാലയിട്ട് വ്രതമെടുത്തിരിക്കുന്ന ഈ മാളികപ്പുറത്തിന്റെ മനസ്സില് അയ്യപ്പൻ ഇതെല്ലാം കാണിച്ചു തന്നു. മുത്തശ്ശി പറഞ്ഞ കഥകൾ കേട്ടിട്ട് എനിക്ക് തിടുക്കായി എന്റെ അയ്യപ്പനെ കാണാൻ. സ്വാമിയേ ശരണമയ്യപ്പ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കാണാനും നിങ്ങളുടെ പെർഫോമൻസ്. ഞാൻ ആധികാരികമായിട്ട് പറയല്ല, ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ചെയ്തിട്ട്? നന്നായിട്ട് തോന്നി. ഹാപ്പിയാണ് അല്ലേ? നല്ല സന്തോഷത്തിലല്ലേ? ഈ സന്തോഷം അങ്ങോട്ട് പോവാണ്ട് നേരെ നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിച്ചാലോ? സ്വാമിജി, നമ്മൾ ഈ ശബരിമല മണികണ്ഠനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഐതിഹ്യം മോഹിനീസൂതനായിട്ടാണ് പറയുന്നത്, ശിവനെ അയ്യപ്പനെ വിവരിക്കുന്നത്. പന്ത്രരാജ ജീവിച്ചിരുന്ന വളരെ സമീപകാലത്താണ്, ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിലാണ്. അപ്പോൾ ആ സമയത്തൊരു മഹിഷി ഒരു അവതാരം ഉള്ളതായിട്ട് നമ്മുടെ ഒരു രേഖകളൊന്നും നമുക്കില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായിട്ട്, പോത്തിൻ്റെ തലയും സ്ത്രീയുടെ ശരീരമുള്ളൊരു രൂപം കേരളത്തിൽ ജീവിച്ചതായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കഥയും അയ്യപ്പനും മണികണ്ഠനും ഒരാളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയ്യപ്പൻ നേരത്തെ ഉണ്ടായിരുന്നു. ഈ പന്ത്രരാജ്യം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ നിറച്ച് അയ്യപ്പൻ കാവുകളും ഒക്കെ നമുക്കുണ്ടായിരുന്നു. മലഭാഗത്ത് പ്രത്യേകിച്ച് ധാരാളം അയ്യപ്പൻ കാവുകളുണ്ടായിരുന്നു. അപ്പം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദക്ഷിണ ഭാരതത്തിലെ ആരാധനാമൂർത്തിയാണ്, വ്യാപകമായിട്ടുണ്ടായിരുന്ന ആരാധനാമൂർത്തിയാണ്. ശാസ്താവ് എന്നുള്ളത് നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ഒരു ദേവതയാണ്. ആ ശാസ്താവിനാണ് നമുക്ക് മന്ത്രങ്ങളൊക്കെ ഉള്ളത്, പൂജാവിധികളൊക്കെ വിധിച്ചിരിക്കുന്നത്. അയ്യപ്പൻ നമ്മുടെ എല്ലാവരും ഇഷ്ടദേവൻ എന്നുള്ളതിലേക്ക് അവിടെ മലയാരന്മാരും ഉള്ളാളന്മാരും മറ്റേ നാട്ടിലെ പ്രമാണിമാരും എല്ലാം തന്നെ അയ്യപ്പനെ ആരാധിച്ചിരുന്നു. കുടുംബങ്ങളിലൊക്കെ അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു, അയ്യപ്പൻ തീയാട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അയ്യപ്പൻ എന്നുള്ള ദേവത സങ്കല്പം.
അപ്പോൾ ആ മണികണ്ഠൻ എന്നുള്ള വ്യക്തി അയ്യപ്പൻ്റെ ചൈതന്യത്തിൽ, ധർമ്മശാസ്താവിൻ്റെ ചൈതന്യത്തിൽ ലയിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ കഥ, ഈ പന്ത്രരാജാവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തുന്നൊരു കഥ വരുന്നത്. അപ്പോൾ നമ്മൾ ഉപാസൻ, ഇപ്പം മീരാദേവി ഭഗവാൻ ലയിച്ചു എന്നൊക്കെ നമ്മൾ പറയാം, ആണ്ടാൾ കൃഷ്ണൻ ലയിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന യുവാവ് പന്തൽ രാജ്യത്ത് വളർന്നു, ഉദയനെയൊക്കെ അമർച്ച ചെയ്തു, അവസാനം യോഗാസനസ്ഥനായി ശബരിമലയിൽ സമാധിയായി എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചരിത്രം. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അയ്യപ്പൻ എന്നുള്ള ദേവതാസംഘം നമുക്ക് നേരത്തെ നിലനിലുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളും അയ്യപ്പൻ കാവുകളും കേരളത്തിലുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അയ്യപ്പൻ്റെ അവതാരമാണ് ഉണ്ടായത് മഹിഷിയെ നിഗ്രഹിക്കാൻ. അത് പൗരാണിക കഥയാണ്. അത് ഏത് കാലത്തുണ്ടായി എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അത് ഭൂതനാഥോപകൻ എന്ന് പറഞ്ഞ് ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ടെന്ന് പറയുന്നു. അത് പൂർണ്ണമായിട്ടും കണ്ടു കിട്ടിയിട്ടില്ല. അതിൻ്റെ കുറേ ഭാഗങ്ങൾ മാത്രമേ കണ്ടു കിട്ടിയിട്ടുള്ളൂ. ഒരു പുരാണ കഥയുടെ ഭാഗമായിട്ടാണ് മഹിഷിയുടെ കഥ വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു നാടകം അവതരണം എന്നുള്ളതിൽ നിങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. നന്ദി സ്വാമിജി. ചേച്ചി? വളരെ നന്നായിരുന്നു. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്ത ആള് ആരായാലും, ആരാണ്, മാഷാണോ ടീച്ചറാണോ, ഏതായാലും വളരെ നന്നായി കൺസീവ് ചെയ്തു. ആ ഒരു ഡ്രീം കോൺസെപ്റ്റ്, മുത്തശ്ശിയുടെ ഒരു ആ കഥ പറഞ്ഞു കൊടുക്കുന്നതും അവസാനം അത് കണക്ട് ചെയ്തിട്ട് മാളികപ്പുറം വരുന്നതും, ആ ഒരു സ്റ്റാച്ചു പോലെ നിന്നിട്ട് നിങ്ങളെല്ലാവരും അവസാനത്തെ വളരെ ആ ഒരു കോൺസെപ്റ്റ് വളരെ നന്നായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാം ഡയറക്ടർ പറയലായിരുന്നു. ഇത് കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ് ഈ സ്ക്രിപ്റ്റ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ ആളോട് വളരെ അധികം അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. ഞാൻ വളരെ എല്ലാം ഗുഡ് എക്സലൻറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാവരുടെയും കോർഡിനേഷൻ വാസ് എക്സലൻറ്റ്. ആൻഡ് ദി സ്റ്റേജ് ഉപയോഗിച്ചത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ നന്നായിരുന്നു. സൗണ്ട് വളരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് സൗണ്ട്, അത് അധികം ആവശ്യമില്ലാതെ പാട്ടോ അതില്ലാതെ ഒരു മ്യൂസിക്, ഒരു ഇഫക്റ്റ് കൊടുക്കലോ ഒന്നും അല്ലാതെ ആവശ്യത്തിനുള്ള സൗണ്ട് കൊടുത്തു. അത് വളരെ നന്നായിരുന്നു. എല്ലാം മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. വളരെ നന്നായിരുന്നു, എനിക്കിഷ്ടമായി. താങ്ക് യു ചേച്ചി. ശരത്തേട്ടാ? നിവേദ് സൂപ്പർ. അതുപോലെ തന്നെ ദുർഗയും വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളാണ് കൂടുതൽ നേരം ഈ വേദിയിൽ ഉണ്ടായിരുന്നത്, സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. പിന്നെ സ്വാമിയും ചേച്ചിയും പറഞ്ഞതുപോലെ തന്നെ ഒരു ആദി മധ്യ അന്തമുണ്ടായിരുന്നു ടോട്ടലി സ്കിറ്റിന്. നമ്മൾ ഏതിപ്പോൾ ഒരു പരസ്യം ചെയ്യുകയാണെങ്കിൽ 30 സെക്കൻഡിൽ ഒരു വലിയ കാര്യം പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം ആ ഒരു ചെറിയ സമയം കൊണ്ട്. നിങ്ങൾക്ക് കിട്ടിയ സമയം കൊണ്ട് നമുക്കൊരു തുടക്കമുണ്ടായിരുന്നു, അതിന് ഒരു നമുക്ക് വളരെ രസകരമായിട്ട് അത് അവസാനിക്കുകയും ചെയ്തു. ഒരു മധ്യം, ഒരു അന്ത്യം ഉണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റിന്റെ ഗുണം തന്നെയാണ്. ആ ടീച്ചറുടെ പേരെന്താ? ടീച്ചർ സൂപ്പറായിരുന്നു, വിനീത ടീച്ചർ. പിന്നെ ഡയറക്ഷൻ, ഈ ഒരൊറ്റ വേദിയിൽ തന്നെ വലിയ ബഹളങ്ങളില്ലാതെ വേറെ സീനിലേക്കൊന്നും പോവാതെ തന്നെ ഒറ്റ വേദിയിൽ തന്നെ എല്ലാം കൂടി ക്രോഡീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല. അത് വളരെ രസകരമായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ സ്കിറ്റിലുണ്ടായിരുന്നത്. പിന്നെ ആക്ടിങ്ങിൽ നമ്മൾ തളർന്ന അവശനായിട്ടുള്ള രാജാവ് വെള്ളം ഉപയോഗിച്ചപ്പോൾ അവിടെ ഒരു നദി ഉണ്ടായിരുന്നു, ഒരു അരുവി ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആസ് എൻ ആക്ടർ നല്ല എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അതൊക്കെ. പിന്നെ മന്ത്രിയുടെ കള്ളനോട്ടങ്ങളൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാപ്പ് ഉണ്ടായില്ല. നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഇങ്ങനെ വളരെ സ്പീഡിൽ തന്നെ, എല്ലാ കഥാപാത്രങ്ങളും നല്ല സ്പീഡിൽ തന്നെ വേണ്ട രീതിയിൽ തന്നെ ഡയലോഗ്സ് പറഞ്ഞു. അത് ചെറിയ കാര്യമല്ല, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഗ്യാപ്പില്ലായ്മ ഉള്ളത്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ആശംസകളും ഞാൻ നേരുകയാണ്. എക്സലൻ്റ് ആയിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ഡയറക്ഷൻ എക്സലൻറ്റ്, സ്ക്രിപ്റ്റ് എക്സലൻറ്റ്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും, ഡയറക്ടറിനും, സ്ക്രിപ്റ്റ് റൈറ്ററിനും, നിങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു ശരത്തേട്ടാ. വിശ്വനാഥൻ സർ? ഈ കഥയെക്കുറിച്ച് ഇവിടെ ധാരാളം ചർച്ചകൾ നമ്മൾ ചെയ്തെങ്കിലും ശബരിമല ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമല അയ്യപ്പൻ്റെ ആ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് തന്നെയാണ്.
പക്ഷെ എനിക്ക് മുമ്പ് തന്നെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ പരമശിവനിൽ 2 തരം സങ്കല്പങ്ങളുണ്ട്. ഒന്ന്, ആദ്യം അദ്ദേഹത്തെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പകുതി ഭാഗം ശിവനും പകുതി ഭാഗം പാർവതിയുമായി നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതേപോലെ ഒരു ശങ്കരനാരായണ സങ്കല്പമുണ്ട്. അപ്പോൾ അർദ്ധഭാഗം ശിവനും അർദ്ധഭാഗം വിഷ്ണുവുമായുള്ള സങ്കല്പത്തെ. അതിലെ വിഷ്ണുവിൻ്റെ ഭാവത്തെ ഒരുപക്ഷെ മോഹിനിയായിട്ട് ഒരു സ്ത്രീ ഭാവത്തിൽ ആവിഷ്കരിച്ചു എന്നേ ഉണ്ടാവുള്ളൂ. ഈ 2 ചൈതന്യ ശക്തികൾ ഒന്നിച്ച് കൂടി ചേരുമ്പോൾ ഉണ്ടായ ഒരു ശക്തിയുടെ ഭാവത്തെയാണ് ഹരിഹരപുത്രൻ എന്നും ധർമ്മശാസ്താവ് എന്നൊക്കെയുള്ള പേരിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തന്ത്രശാസ്ത്രങ്ങളും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും പാടിപ്പോയിരുന്നുണ്ട്. ആ ഒരു അവതാരം കൈലാസത്തിൽ വളർന്നു വരവെയാണ് ഇപ്പോഴുള്ള രാജശേഖര രാജാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് മുമ്പൊരു തലമുറയുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ വിജയരാജശേഖരൻ എന്ന പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു പോലും. അദ്ദേഹം അനപത്യനായി അദ്ദേഹം തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഈ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടെ ഒരു കുട്ടി വളരുന്നുണ്ട്, അവൻ്റെ ഒരു അവതാരം ഭൂമിയിലുണ്ടാകും, 12 വർഷം കഴിയുമ്പോൾ അത് ഒരു അയ്യപ്പ ചൈതന്യമായി പരിണമിക്കുന്നതൊക്കെ അനുഗ്രഹിച്ചു വിട്ടു എന്നൊക്കെ ഒരു കഥയുണ്ട്. പക്ഷേ ഒക്കെ ഈ ശാസ്താവിനെയും അയ്യപ്പനെയും സംബന്ധിച്ച് നമുക്ക് കുറേ അധികം ഐതിഹ്യ കഥകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നമുക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റുന്ന കഥ സ്വീകരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു ആധികാരികമായൊരു പ്രമാണം വാസ്തവത്തിൽ ഇതിന് ലക്ഷ്യമല്ല. പിന്നെ അലക്സാണ്ടർ സാറിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നന്നായിട്ട് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ ഉള്ള ആ ഒരു ചൈതന്യത്തിലേക്ക് ഈ 12 രാജാവിൻ്റെ അനപത്യ ദുഃഖം പരിഹരിക്കാൻ വേണ്ടി അവതരിച്ച മണികണ്ഠൻ എന്ന ഈ അയ്യപ്പസ്വാമിയുടെയും ചൈതന്യം ഒന്നിച്ചു ചേർന്നപ്പോൾ അനുഭവിച്ചറിയുന്ന ഒരു സാന്നിധ്യത്തെയാണ് നമ്മളിന്ന് ആരാധിക്കുന്നത്. അതിൻ്റെ ഒരു ആവിഷ്കാരം വളരെ ഭംഗിയായിട്ട് ഇവർ കുട്ടികൾ അവതരിപ്പിച്ചു. അപ്പോൾ ആ ഒരു മഹാത്മ്യത്തെ നമ്മളെ മനസ്സിലാക്കുകയും അതിൻ്റെ ശബരിമല അയ്യപ്പൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ട് അവിടെ പോയി വിധിപൂർവ്വം അയ്യപ്പ ദർശനം നേടി നമ്മൾക്ക് സാക്ഷാത്കാരം സാധിക്കാൻ ഈ കഥ ഉപകരിക്കട്ടെ എന്ന് എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അലക്സാണ്ടർ സർ? അവരുടെ പ്രായത്തിന് അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്തു. ബോത്ത് ഇൻ ആക്ടിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ഹോൾ തിങ്. വളരെ അത്ഭുതകരമായിട്ട് തോന്നി എനിക്ക്. ഈ കഥയെപ്പറ്റി പറയുമ്പോൾ വളരെ ശ്രദ്ധാർഹമായിട്ട് ഈ ചരിത്രപരമായി പാണ്ഡ്യദേശത്ത് നിന്ന് വന്ന രാജവംശം, പൂഞ്ഞാർ രാജവംശവും കോന്നിയിൽ ഒന്ന് രാജവംശം ഉണ്ടായി. അവർ പന്തളത്ത് വന്നിട്ട് കൈപ്പുഴത്തമ്പാൻ്റെ ഏക മകളെ വിവാഹം കഴിച്ച് ദത്ത് കയറിയവരാണ് പണ്ട് കുറുന്തോട്ടിയൂരായിരുന്ന സ്ഥലത്തെ പാണ്ഡ്യളം അല്ലെങ്കിൽ പന്തളമാക്കി മാറ്റുന്നത്. അതിലെ ആ ദത്ത് കയറിയ രാജാവിന് മക്കളുണ്ടായില്ല എന്ന് പറയുന്ന ഒരു പാരമ്പര്യം തുമ്പോണ് നിൽപ്പുന്നുണ്ട്. ഞാൻ ആ പന്തളം ദേശക്കാരനായതുകൊണ്ട് പറയാണ്. ആ പാരമ്പര്യത്തിനനുസരിച്ചിട്ട് അദ്ദേഹം പരമശിവനോട് 12 കൊല്ലം പ്രാർത്ഥിച്ചു, കുട്ടിയുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വനത്തിൽ പോയപ്പോൾ കുട്ടിയെ ലഭിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ നീലകണ്ഠ എന്ന് വിളിക്കുന്ന പരമശിവൻ്റെ ചൈതന്യത്തിൽ അല്ലെങ്കിൽ പരമശിവൻ്റെ ഇതിൽ മണികണ്ഠനായ ഒരു കുട്ടിയെ ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു രസകരമായ സംഭവമാണ്. ശങ്കരാഭരണത്തിലൊക്കെ കണ്ഠല നീലകണ്ഠല എന്ന് പാടുന്ന പോലെ മണികണ്ഠൻ എന്ന് 4 കോടി വിശ്വാസികൾ ഒരാണ്ടിൽ വരുന്ന സീസണിൽ ഈ മണികണ്ഠനാഥം ഇങ്ങനെ. ഞാനവിടെ 3 വർഷം ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലകാലത്തിന് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, മകരവിളക്കിന് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ഈ തിരുവാഭരണം കൊണ്ടുവരുന്ന ദിവസവും ഞാനവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ആ 3 ദിവസം ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഈ 4 കോടി ആളുകളുടെ ആരാധനയുടെ ഭാഗമായിട്ട് ഈ മണികണ്ഠനാഥം ഇങ്ങനെ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പേര് വളരെ അന്വർത്ഥമായ ഒരു പേരാണ്. പിന്നെ നമ്മുടെ പുരാണങ്ങളിൽ വളരെ ശ്രദ്ധേയമായി കാണുന്ന ഈ അനാഥ കുട്ടിയെ എടുത്ത് വളർത്തുന്ന സംഭവങ്ങൾ. ഇപ്പോൾ രാമായണത്തിലെ സീതാദേവി ഇതുപോലെ അനാഥ കുട്ടിയായി പെട്ടി തുറന്നപ്പോൾ ഉഴുതുമറിച്ച പെട്ടിക്കകത്തുനിന്ന് കിട്ടുന്ന സംഭവമാണ്. മഹാഭാരതത്തിൽ വരുമ്പോൾ ഭരതകുലത്തിന് കാരണഭൂതനായ അദ്ദേഹത്തിൻ്റെ അമ്മ ശകുന്തളയെ ഈ കാളിദാസൻ്റെ ശകുന്തളയെ ഇങ്ങനെ അനാഥ കുട്ടിയായിട്ട് കിട്ടി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. പാശ്ചാത്യദേശത്ത് നിന്ന് കഴിഞ്ഞാൽ മോശ എന്ന കുട്ടിയെ ഇങ്ങനെ ആ നദിയിൽ ഒഴുകി വരുന്ന കുട്ടിയെ എടുത്ത് വളർത്തി ആ കുട്ടി പിന്നെ യഹൂദന്മാരുടെ സംരക്ഷകനായി മാറുകയാണ്. മഹാഭാരതത്തിൽ കർണനെ ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ട് കർണനെ അതിരഥനെടുത്ത് വളർത്തി വലുതാക്കുകയാണ്. ലാസ്റ്റിലാണ് ഈ കർണൻ കുന്തിദേവിയുടെ മകനാണെന്നുള്ള റിവീലിംഗ് വരുന്നത്. ഇപ്പോൾ ആധുനിക ലോകത്തെടുത്താൽ തന്നെ രത്തൻ ടാറ്റ അച്ഛനും അമ്മയും ആരാണെന്ന് യാതൊരു പിടിയില്ല. മക്കളില്ലാത്ത ജയാഡി ടാറ്റ ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുട്ടിയെടുത്ത് വളർത്തിയതാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. റോമാ സാമ്രാജ്യം സ്ഥാപിച്ച റോമൂസ് ആൻഡ് റോമുലസ് രണ്ടുപേരും അനാഥ കുട്ടികളെ രണ്ടിനെ എടുത്ത് വളർത്തി അവരാണ് പിന്നെ റോമാ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്.
അപ്പോൾ ഈ ലോകയുദ്ധത്തിലുടനീളമുള്ള കഥകളിൽ ഈ അനാഥ കുട്ടിയെ എടുത്ത് വളർത്തുന്ന ആ കുട്ടി പിൽക്കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിയായിത്തീരുന്ന ആ വലിയൊരു കഥകളുടെ ഒരു അനുരണനം ഇവിടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഈ ദത്ത് വളർത്തുന്ന കുട്ടിയുടെ ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ അടങ്ങിയിട്ടുണ്ട്. വന്ധ്യരാണ് എന്ന് തെളിയിക്കുകയും മെഡിക്കലി കുട്ടികളുണ്ടാവില്ല എന്ന് കാണുന്നില്ല, പക്ഷേ കുട്ടി ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു ഓവുലേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർമാർ പറയും ഒരു കുട്ടിയെ എടുത്ത് വളർത്തുക, അല്ലെങ്കിൽ പകൽ സമയത്ത് പോയിട്ട് ഈ നഴ്സറി സ്കൂളിൽ പോയി കുട്ടികളുമായി കളിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ഈ പല സ്ത്രീകളും, മക്കളില്ലാത്ത സ്ത്രീകൾ പോയിട്ട് നഴ്സറി സ്കൂളിൽ ചെന്ന് കുട്ടികളുടെ കൂടെ പകൽ സമയത്ത് ഇരുന്ന് കളിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുക്കും. ദത്തെടുത്ത് കുട്ടിയെ വളർത്തി കഴിയുമ്പോൾ ഈ കുട്ടിയുടെ ഈ സ്ത്രീയുടെ ഓവുലേഷൻ പ്രോബ്ലം മാറുകയും റിയലി ഒരു കുട്ടി ജനിക്കുകയും ചെയ്യും. ഇത് ഒരുപാട് സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ ഭാഗമാണ്. അപ്പോൾ ഈ മണികണ്ഠനെ എടുത്ത് വളർത്തിയപ്പോൾ ഈ പന്തളം രാജ്ഞിക്കുണ്ടായിരുന്ന ഓവുലേഷൻ പ്രോബ്ലം മാറുകയും ഗൈനക്കോളജിക്കൽ പ്രോബ്ലം മാറുകയും റിയൽ ചൈൽഡ് ജനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മെഡിക്കൽ പ്രിൻസിപ്പിളും സാധാരണ വന്ധ്യരായ ആളുകൾ ചെയ്യുന്ന ഒരു ചികിത്സാ മാർഗ്ഗമാണ്. അപ്പോൾ ഈ ശബരിമലയിൽ വരുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടി ഉണ്ടാകാനുള്ള പ്രാർത്ഥന. അത് ഈ മണികണ്ഠ കഥയുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ അവിടെ വന്നിട്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കുട്ടികളുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ കഥ ഉണ്ടാക്കുന്ന ആ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അയ്യപ്പന് ചരിത്രപരമായി 5 ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, ശബരിമല അമ്പലത്തിൻ്റെ പ്രായം എത്രയാണെന്ന് ആർക്കിയോളജിക്കലി ഗവേഷണം നടത്തി. ആ ശാസ്ത്രജ്ഞന്മാർ വന്നെത്തിയിരിക്കുന്ന ഒപ്പീനിയൻ, ശബരിമല ഒപ്പീനിയൻ അമ്പലത്തിന് 2500 years ഹിസ്റ്ററി ഉണ്ടെന്നാണ്. 2500 കൊല്ലത്തെ ചരിത്രം അവിടെ ആർക്കിയോളജിക്കലി ശാസ്ത്രീയമായി തെളിയിച്ച പ്രായമാണ്. അപ്പോൾ AD 4-ാം നൂറ്റാണ്ട് വരെ ആദ്യത്തെ ഒരു 1000 years അത് ആദിവാസികളുടെ ദൈവസങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ക്ഷേത്രമാണ്. പക്ഷേ AD ഒരു 3-ാം നൂറ്റാണ്ട് തൊട്ട് 7-ാം നൂറ്റാണ്ട് വരെ കളബ്രർ എന്ന രാജവംശം കേരളം ഭരിച്ചിരുന്നു. അവരുടെ ഫ്യൂഡേറ്ററീസ് ആയിരുന്ന മാവേലിക്കര കേന്ദ്രമായി ഭരിച്ച മാവേലി രാജവംശം, ഓണനാട് ഭരിച്ച രാജവംശം, അവർ ബുദ്ധമതക്കാരായിരുന്നു. ഈ ബുദ്ധമതക്കാർ കേരളം ഭരിച്ച സമയത്ത് ശബരിമലയിലേക്ക് കുറേ ബുദ്ധമത ആചാരങ്ങൾ വന്നിയായിരുന്നു. ആചാരങ്ങൾ, ശാസ്ത്ര സങ്കല്പവും ആചാരങ്ങളൊക്കെ വന്നിയായിരുന്നു. ഈ ആചാരം ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കടുങ്ങോൺ ഈ കളബ്രറെ പരാജയപ്പെടുത്തുകയും എന്നിട്ട് ബ്രാഹ്മണർ കേരളത്തിലേക്ക് വരുന്ന, മഹാരാഷ്ട്രയിൽ നിന്ന് കാദംബ ബ്രാഹ്മണർ വരുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ ശാസ്താസങ്കല്പവും അയ്യപ്പ സംഭവം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ദൈവസങ്കല്പം ഉണ്ടായി. അത് രസകരമായ ഒരു സങ്കല്പമാണ്. പക്ഷെ 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 14-ാം നൂറ്റാണ്ട് വരെ ശൈവരും വൈഷ്ണവരും തമ്മിൽ ഇന്ത്യ മുഴുവൻ ബഹളം ഉണ്ടായി. ഒരുപാട് അക്രമങ്ങൾ, വയലൻസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. രാഷ്ട്രകൂടാസിന് സതവാഹനന്മാരുടെ എല്ലാം മേഖലകളിൽ ഈ സംഭവം കാണുന്നുണ്ട്. ഇവിടെ ഹരിഹരസുതനായ അയ്യപ്പൻ വന്നപ്പോൾ ശൈവർക്കും വൈഷ്ണവർക്കും ഒരുപോലെ അവരുടെ പ്രാർത്ഥനയിൽ ശങ്കരിക്കാവുന്ന സങ്കല്പം വന്നു. അങ്ങനെ ശൈവരെയും വൈഷ്ണവരെയും യോജിപ്പിക്കാനൊരു ഘടകമായി മാറി ഈ അയ്യപ്പ സങ്കല്പം എന്ന് പറയുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് പന്തള രാജാവ് വരുന്നത്. പന്തള രാജാവ് വന്നിട്ട് 1821 വരെ 500 വർഷമാണ് പന്തള രാജാവിൻ്റെ ഭരണം. ആ ഭരണകാലത്ത് പന്തള രാജാവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഉൾപ്പെട്ട ഒരു അയ്യപ്പ സങ്കല്പം വന്നു. 1821 പന്തള രാജാവ് അടുത്തൂൺ പറ്റി തിരുവിതാംകൂർ ലയിച്ചു. അപ്പോൾ തിരുവിതാംകൂർ എന്ത് ചെയ്തു? തിരുവിതാംകൂറിൻ്റേതായ ബ്രാഹ്മണ സങ്കല്പമുള്ള ഒരു അയ്യപ്പ ആരാധനക്രമം വന്നു. 1902 താഴവൻ തന്ത്രിമാർ അവിടെ വരുന്നത്. അവർ വന്നിട്ട് 101 കൊല്ലം ആവുന്നുള്ളൂ. അപ്പോൾ ഈ താഴവൻ തന്ത്രിമാർ വന്ന സമയത്ത് ദേ സ്റ്റാർട്ടഡ് റിഫോമിങ് ദ റിച്വൽസ് ദെയർ. അപ്പോൾ 5 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ 2500 കൊല്ലം കൊണ്ട് ഈ അയ്യപ്പ ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ആദ്യം ബുദ്ധമതക്കാരെയും ഹിന്ദുക്കളെ യോജിപ്പിക്കാൻ ഉപയോഗിച്ചു, പിന്നെ ശൈവരെയും വൈഷ്ണവരെയും യോജിപ്പിക്കാൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നാനാജാതി മതസ്ഥരെ യോജിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തെ യോജിപ്പിക്കുന്ന ഒരു യൂണിഫൈഡ് കൺസെപ്റ്റായി മാറി അയ്യപ്പൻ. ഈ വലിയ ട്രാൻസ്ഫോർമേഷനിലാണ് നമ്മൾ അയ്യപ്പനെ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഞാനവിടെ ചെന്ന് ഈ 3 കൊല്ലം ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്കും ആ അയ്യപ്പ സങ്കല്പത്തോട് ഉണ്ടാകുന്ന വലിയൊരു സ്നേഹവും ഒരു ആരാധനാഭാവവും കിട്ടുന്ന ആരാധനയുടെ സ്പെഷ്യാലിറ്റിയാണ്. ഇതാണ് നമ്മൾ ലോകം മുഴുവൻ അറിയിച്ചതുകൊണ്ടാണ് ഒരാണ്ടിൽ 4 കോടി ആളുകൾ വരുന്നതും വലിയ ഫെസ്റ്റിവലായി മാറിയത്. താങ്ക് യു സർ. അപ്പോൾ നല്ല അഭിപ്രായമാണ് കേട്ടത്. എന്തായാലും ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10? ഔട്ട് ഓഫ് 9 out of 10. 9 out of 10. വിശ്വനാഥൻ സർ? 9 out of 10. 9 out of 10. അലക്സാണ്ടർ സർ? ഞാൻ ഒന്നും കുറയ്ക്കുന്നില്ല, 10 out of 10. വാവ്, സൂപ്പർ. ചേച്ചി, ഔട്ട് ഓഫ് 20? വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ സ്ക്രിപ്റ്റിൻ്റെ കോൺസെപ്റ്റും അതും എല്ലാം കൂടെ വെച്ചുകൊണ്ട് 18.5. 18.5.
ശരത്തേട്ടാ ഔട്ട് ഓഫ് 20? ഞാനും അതെ 18.5 ഔട്ട് ഓഫ് 20. ഓക്കേ. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് അറിയോ? നല്ല ധാരണയുണ്ടോ? എന്തായാലും ഇവിടെ നിന്ന് ഒരു ഫുൾ മാർക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതുവരെ ഇവിടെ വന്ന ഈ ഒരു റൗണ്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫുൾ മാർക്ക് കിട്ടുന്നത്. 70-ൽ 65 മാർക്ക്. അതും ഈ പറയുന്ന പോലെ ഇവിടെ ആദ്യമായിട്ടാണ്. ഈ ഒരു നമ്മളുടെ ഈ ഒരു റൗണ്ട് തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളാണ് 65 സ്കോർ ചെയ്തേക്കണേ. ഇനി നിങ്ങളെ ബീറ്റ് ചെയ്തിട്ട് വേണം ബാക്കി സ്കൂളുകാർക്ക് കയറാൻ. ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി ആണല്ലോ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡുകളിൽ നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ മറ്റൊരു മനോഹരമായ അധ്യായം കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം വജ്രവ്യൂഹത്തിൽ രാജസൂയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്വിസ് റൗണ്ടാണ് കണ്ടത്. അതിനുശേഷം മകരവ്യൂഹത്തിൽ രാജാവ് നായാട്ടിനായി പോയപ്പോൾ മണികണ്ഠനായ ശിശുവിന്റെ ദർശനം അതിനെ ആസ്പദമാക്കിയുള്ള ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി നല്ല ഇൻഫോർമേഷൻസും ഒരുപാട് കഥകളൊക്കെ ആയി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.